അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ മുഴുവനും തരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ്, വിഷമിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് രാത്രി ഒക്കെ ചാനലുകളിലൊക്കെ വന്നത്. എന്നാൽ അത് സത്യമാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നത്. ഈ മുസാവറയിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും പ്രായം ചെന്ന, പക്വതയുള്ള, എല്ലാ വിഷയത്തിലും തികഞ്ഞ, നിറകുടമായ ഒരു കൂട്ടം പണ്ഡിതന്മാരാണല്ലോ ഈ 40 അംഗ മുസാവറ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ കൂട്ടത്തിലും ഉമർ ഫൈസി പറഞ്ഞതുപോലെ കള്ളന്മാരുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ നദവി എന്നുള്ളത്. ഈ നദവി ഈ മുസാവറൻ്റെ ഉള്ളിലുള്ള കാര്യം, മുസാവറയിൽ നടന്ന കാര്യം എന്തിനു വേണ്ടിക്കൊണ്ടാണ് ഈ പുറത്തു വിടുന്നത്? എന്താവശ്യമുണ്ട്? നമ്മുടെ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിൻ്റെ ആ പെണ്ണും ആണും പുറത്തു കൂടെയൊക്കെ നടക്കുന്നതൊക്കെ ഫോട്ടോ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ കൂടെയൊക്കെ നടക്കുന്നത് ഫോട്ടോ എടുത്തു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. പിറ്റേന്ന് അവർ രാത്രി റൂമിൽ കയറി കിടന്നു. ഇവൻ എന്തൊക്കെയോ അവിടെ ചെയ്തു, ഇല്ലേ? അങ്ങനെയാണല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തു. നേരം വെളുക്കുമ്പോൾ അവളെ ഉമ്മ വിളിക്കും, അവളെ ആപ്പയും അമ്മയൊക്കെ വിളിക്കുമ്പോൾ അവളെങ്ങനെ ഉണ്ടടി എന്ന് ചോദിക്കുമ്പോൾ ഈ മണിയറ രഹസ്യ പറയാം, ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം നടന്ന സംഭവങ്ങളാണ് പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണി, ഏതാ പറയാം? നിങ്ങൾ ഓൻ്റെ അടുത്തേക്ക് എന്നെ കൊടുത്തയച്ചിട്ട് രാത്രി ചോറൊക്കെ വെച്ചിട്ട് വാതിലടച്ച് കണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വന്ന കാട്ടി എന്നല്ല പറയാം? അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഇതാണല്ലോ ഇവിടെ ഈ കൂരിയാട് കാട്ടിയത്. ഈ കൂരിയാട് നദവി അതാ കാട്ടിയത്. ഒരു കാരണം മുസാവറയിലുള്ള രഹസ്യം എന്തിനു പുറത്തു വിടുന്നു? മുസാവറയിലുള്ള അത് കണ്ടില്ലേ? നമ്മൾ സയ്യിദ് ജിഫിരി തങ്ങളെ പത്രക്കാർ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ചർച്ച? ആ ചർച്ചയൊക്കെ പാടെ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ക്ഷണിച്ചു, ഇന്ന് പിന്നെ നിങ്ങളെ മുന്നിൽ പറഞ്ഞാൽ പോരെ, ഇങ്ങനെയാണ് വിളിച്ചിരുത്തൂലേ? അത് നിങ്ങളോട് പറയാൻ പറ്റൊന്നുമില്ല. അത് ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ ചിലത് തീരുമാനിക്കും, ചിലത് തീരുമാനിക്കൂല. പത്രക്കാർ ചോദിച്ചപ്പോൾ പോലും ഈ വിഷയം ജിഫിരി തങ്ങൾ ഇറങ്ങിപ്പോയതും ജിഫിരി തങ്ങൾ അവിടുന്ന് എണീറ്റ് പോയതും അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ജിഫിരി തങ്ങൾ പറഞ്ഞിട്ടില്ല. ജിഫിരി തങ്ങളെ മുഖത്ത് അങ്ങനത്തെ ഒരു ഭാവനയില്ല. സമയം വൈകി, ഞങ്ങൾ പിന്നെ നിർത്തിവെച്ചു, ഇനി അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ജിഫിരി തങ്ങൾ പോകുന്നത്. കൂരിയാട് അത് വേറെ രൂപത്തിൽ ചിത്രീകരിച്ച് ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കുക. ഈ പ്രായം ചെന്ന മൂല്യന്മാർ മുഴുവൻ കള്ളന്മാരാണെന്നുള്ള വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയല്ലേ ഇയാളീ കാട്ടിയത്? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ കൂരിയാട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ ഈ കൂരിയാടിൻ്റെ പേരിൽ നടപടിയെടുത്തപ്പോൾ, അങ്ങനെ മുസാവറയിൽ ചർച്ച ചെയ്തപ്പോൾ ഈ കൂരിയാട് എണീറ്റ് പോയിട്ടില്ലല്ലോ. കൂരിയാട് അവിടെ ഇരുന്ന് നിൽക്കുകയാണല്ലോ. ആ ഒരു രൂപത്തിൽ ഉമർ ഫൈസിയെ സംബന്ധിച്ച് കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഉമർ ഫൈസി അവിടെ ഇരുന്നു എന്നല്ലേ ഉള്ളൂ. എന്നിട്ടും ഇനി പോകണം എന്നുണ്ടെങ്കിൽ അത് ജിഫിരി തങ്ങൾ തന്നെ തീരുമാനമെടുക്കും. അതല്ലാതെ മുസാവറയിൽ ഏത് നിലക്ക് വന്നാലും ഈ കൂരിയാടിനേക്കാൾ സ്ഥാനമുള്ള ആളാണല്ലോ ഉമർ ഫൈസി. കൂരിയാടിനേക്കാൾ സ്ഥാനമുള്ള ആളാണ് ആര്? ഉമർ ഫൈസി. സീനിയോറിറ്റി ഉള്ള ആളാണ്. മാത്രമല്ല സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ് ആര്? ഉമർ ഫൈസി. ആ ഉമർ ഫൈസിയെ സംബന്ധിച്ച് ഈ കൂരിയാട് എന്തിനാണ് കുലത്തിൽ കൈകാര്യം ചെയ്യുന്നത്? എല്ലായിടങ്ങളിലും ഇയാൾ ഇങ്ങനെയാണ്. ഇയാൾ ഒരു ഉറ്റുകാരനാണ്. ശരിക്കും മുസാവറയിലുള്ള ഒരു ഉറ്റുകാരനാണ് കൂരിയാട്. ഞാൻ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം മുസാവറയിൽ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ആയി, അതിൻ്റെ അടിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, അതിൻ്റെ അടിയിൽ ജിഫ്രി തങ്ങൾ എണീറ്റ് പോയി. ഇതൊക്കെ പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? മണിയേറെ രഹസ്യങ്ങൾ പുറത്ത് വിടുന്ന മാതിരിയല്ലേ? ഓൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടേ കൊടുത്തിട്ട് ഇനി അങ്ങനെ കാട്ടുകയാണ്, ഇങ്ങനെ കാട്ടുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ മാതിരി അല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണ് ഇയാളുടെ അവസ്ഥ. മുസാവറൻ്റെ ഉള്ളിലുള്ള കാര്യം പുറത്ത് വിടാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഒരു മഹല്ലിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയാൽ
ആ കമ്മിറ്റിക്കാർ ചർച്ച ചെയ്ത ചർച്ച അത് പിന്നെ ഒരാൾ ചോദിക്കാൻ പാടില്ല. കമ്മിറ്റിക്കാർ തീരുമാനിച്ച തീരുമാനം കമ്മിറ്റിയുടെ ഉള്ളിൽ വെക്കേണ്ടതാ. പരസ്യമായിട്ട് പറയണ്ടെന്ന് വെച്ചാൽ പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് എണീറ്റെന്ന് പറഞ്ഞാൽ പോരെ. ചിലയിടത്തുണ്ട് അങ്ങനെ കമ്മിറ്റി കൂടും. എന്നിട്ട് ആ കമ്മിറ്റി കൂടിയിട്ട് മോലിയർ ഒരു ടീം ഉണ്ടാവും, പള്ളിക്കര ഖത്തീബിൻ്റെ ഒരു ടീം ഉണ്ടാവും എവിടെ കമ്മിറ്റിയിൽ. എന്നിട്ട് കമ്മിറ്റിക്ക് വിളിച്ച് ചോദിക്കുക ഖത്തീബ്, അല്ല ഇന്നത്തെ ചർച്ച എന്തേ? എന്നിട്ട് അയാൾക്ക് ഇത് വെല്ല പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അയാൾ അതൊക്കെ പാടെ വെച്ചിട്ട് വെള്ളിയാഴ്ച കാച്ചുക. ഇങ്ങനെ ഇതന്നെയാണ് ഈ ഫിത്തന വരുന്നത്. കമ്മിറ്റി തീരുമാനിച്ച തീരുമാനം അത് കമ്മിറ്റിയുടെ ഉള്ളിൽ, അത് പുറത്ത് പറയാൻ പാടില്ല. അത് പുറത്ത് പറയാൻ അധികാരം ആർക്കാണ്? അത് സെക്രട്ടറി, പ്രസിഡന്റ് പറയും സെക്രട്ടറിയോട് പറയാൻ. ആ സമയത്ത് സെക്രട്ടറിയാണ് എന്ത് ചെയ്യുക, ആ വിഷയങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത്. അതല്ലാതെ ഇയാൾ എന്തിനാ അപ്പോൾ അതെടുത്ത് പറയേണ്ട ആവശ്യം? ഈ കൂരിയാട് കുത്തിത്തിരിപ്പ്, ഇയാൾ ആ ലീഗ് പക്ഷ ആളിൽപ്പെട്ട ആളാണ്. ആ ലീഗ് പക്ഷ ആളിൽപ്പെട്ട ആളാണ് കൂരിയാട്. അതുകൊണ്ടാണ് കൂരിയാട് ഈ വിഷയം പറയുന്നത്. കൂരിയാട് പറഞ്ഞ വ്യക്തമായിട്ട് കൂരിയാട് പറഞ്ഞ ആ വിഷയം ഒന്ന് കേട്ടോക്കാണി. കൂരിയാടിനോട് നിങ്ങൾക്ക് വെറുപ്പാണ് വരും. സമസ്തനെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൂരിയാടിനോട് വെറുപ്പ് വരും. ആ സമയത്ത് ഉമർ ഫൈസിയോട് ജിഫിരി തങ്ങൾ എണീറ്റ് പോകാൻ പറഞ്ഞപ്പോൾ, ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉമർ ഫൈസിക്ക് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ഈ കൂരിയാട് അതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഉമർ ഫൈസി അവിടെ ഇരുന്ന് നിങ്ങൾ കുറച്ച് കള്ളന്മാർ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞത്. ഒരിക്കലും ഉമർ ഫൈസിയും ജിഫിരി തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കള്ളനായ ഈ കൂരിയാടിനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കൂരിയാട് പറയണമെന്ന് കേട്ടോക്കാണ് നിങ്ങൾക്ക് കേൾക്കണവർക്ക് വെറുപ്പ് വരും കൂരിയാടിനോട്. ഒന്ന് കേട്ടോക്കി. സംഗതി സംഭവിച്ചത് മുഷാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി. പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ്, നമ്മൾ മാതൃകയാണ് സമുദായത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം. ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും. ആ സമയത്ത് ഉമർ ഫൈസിയോട് മാറി ഇരിക്കണം. മുമ്പെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മുമ്പൊരു അഭാവമുള്ള വേണ്ടത് നല്ല. ഈ അഭാവം നല്ലതും നിങ്ങളെ പറ്റി കണ്ട് മുഷാവറ ചർച്ച ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ യോഗം സാധാരണ നടപടികളുമായി മുന്നോട്ട് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത്, സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ നേതാക്കന്മാരിൽ 25 ആൾ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട്, അത് ചർച്ചയ്ക്ക് എടുക്കണില്ല എന്ന് ചോദിച്ചു. ആ ഒരു കത്ത് കൊടുത്തത് അത് ചർച്ചയ്ക്ക് എടുക്കണില്ലേ? വായിനാജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം ഉണ്ടല്ലോ, അതിന്റെ മുഖ്യ കണ്ണിയാണ് നമ്മളെ കൂരിയാടൊക്കെ. ഇവരൊക്കെ പാടെ കൂടിയാണ്ട് എഴുത്ത് കൊടുത്തിട്ട് ആരെ ഉമർ ഫൈസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട്. കല്ലായി അബ്ദുറഹ്മാൻ കല്ലായി, അതുപോലെ തന്നെ നമ്മളെ നാസർ ഫൈസി പിന്നെ കൂടത്തായി, അതുപോലെ ഈ മറ്റേ നമ്മൾ അനൗൺസറില്ല എന്താ ഇപ്പോൾ അയാളെ പേര്, പൂക്കോട്ടൂർ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അതുപോലെ ഇതുപോലത്തെ കുറച്ച് ആളുകൾ എന്ത് ചെയ്ത് ഒപ്പിട്ട് കണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മുസാഫറയിൽ നിന്ന് ഉമർ ഫൈസിനെ പുറത്താക്കണം. ഉമർ ഫൈസി എന്തേ തങ്ങളെ പറഞ്ഞേക്കല്ല, ഉമർ ഫൈസി ദീൻ പറഞ്ഞതാണ്. എന്നിട്ട് ജിഫിരി തങ്ങളെ കിട്ടി ഇടങ്ങാറാക്കിയപ്പോൾ ഒന്ന് ആയിക്കോട്ടെ എന്നുള്ള നിലക്ക് അത് ചർച്ചയ്ക്ക് ഇടുകയാണ്. നേതാക്കന്മാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഓരോ കോപ്പി കൊടുത്തിരുന്ന ഒപ്പിട്ട ആൾക്കാർ, സംഘടനയുടെ നമ്മുടെ ഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ഘടകങ്ങളുടെ. അപ്പൊ അത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാനേജർ അത് എടുത്തു. മാനേജർ ആളത് വായിക്കലും അവതരിപ്പിക്കലൊക്കെ. അപ്പൊ അതിൽ ആദ്യം 25 ആൾ ഒപ്പിട്ട ഒരു 6 പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഒരു പിന്നെ ഹർജിയ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസുകൾ വേറെ ഉണ്ടായിരുന്നു. കീഴ്ഘടകങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ. അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു. എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പം ഉമർ ഫൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കൂലെന്ന്, മാറിയിരിക്കേണ്ടതില്ല, നമ്മൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല, ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പ് മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ
അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഇളവണ്ണപ്പാറയിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 4 കാലങ്ങളിൽ നടക്കും, പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് പിന്നെ കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത് എന്താണ് ഞാൻ കട്ടെടുത്തതാണ് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അയാൾ വിശദീകരിച്ചു കള്ളന്മാരാണോ കട്ടെടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. കൂരാട്ടുകാരൻ മൂലരെ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ജിഫ്രി തങ്ങൾ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് പറയാൻ പാടില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ ആ മുഷാവറ മെമ്പർമാർ ഉള്ളിൽ വെക്കേണ്ട ഒരു കാര്യമാണത്. ജിഫ്രി തങ്ങൾ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനി ആ മുഷാവറയിലേക്ക് എങ്ങനെ ജിഫ്രി തങ്ങൾ വരിക? ഇനി ആ ഇറങ്ങിപ്പോയ ജിഫ്രി തങ്ങളെ ഇനി ആ മുഷാവറയിലേക്ക് ആരാ കൂട്ടിക്കൊണ്ടുവരിക? ആ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയ മുഷാവറയിലേക്ക് ഇനി തങ്ങളെ ആരാ കൂട്ടിക്കൊണ്ടുവരിക? അതൊന്നും പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. ഇനി എനിക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒയന്ന പരിപാടിയല്ലേ? ഇനി അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു ഒയന്ന പരിപാടിയല്ലേ? ഒരു നോളത്തരല്ലേ അത്? ഇനി അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരു നോളത്തര പരിപാടിയല്ലേ? എന്താണ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇനി എന്നിട്ട് തങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? അടുത്ത 10 ദിവസം കൊണ്ട് മുഷാവറ ഉണ്ടാവും എന്നും പറയാം. ഇയാൾ പുറത്തുനിന്ന് തങ്ങൾ പാപ്പ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും പറയാം. വല്ലാത്തൊരു കഷ്ടക്കാലം. ഏതായാലും ആരാണ് ഈ പറയണത്? ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് ആരാ പറയണത്? കൂരാട്ടുകാരനാ പറയണത്. കൂരാട്ടുകാരൻ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നും ജിഫ്രി തങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പത്രക്കാരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മുഷാവറയുടെ ഉള്ളിലുള്ള ചർച്ച അത് ഇങ്ങനെയൊക്കെയാണെന്ന് പുറത്തു വിട്ടത് കൂരിയാട്ടുകാരനാണ്. അഥവാ ദീനിൻ്റെ ഉള്ളിലുള്ള രഹസ്യം ചോർത്തുന്ന ഒരാളാണ് നമ്മുടെ കൂരിയാട്ടുകാരൻ എന്ന് എല്ലാവരും സാന്ദർഭികമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇയാൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇയാൾ ഇന്ന് എന്നല്ല, പണ്ട് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അങ്ങനെ കാന്തപുരം വിഭാഗത്തിനേറ്റ് വെച്ച് കെട്ടുന്ന സമയത്ത്, ഇപ്പോഴല്ല ഇപ്പോൾ കുറച്ച് നിന്നത്, എന്നാൽ ഇതിൻ്റെ മുന്നേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇയാളിങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ പറയും. ഒരു ലക്കുല്ലകാനുമില്ലാതെ ഒരു ബന്ധമില്ലാത്ത വർത്താനം ഇയാൾ പറയും. പക്ഷെ ഇപ്പോൾ ഇവർക്കൊന്നും തൊള്ള തുറക്കാൻ പറ്റണില്ല. എല്ലായിടത്തും ജിഫ്രി തങ്ങളിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും തൊള്ള തുറക്കാൻ പറ്റാത്ത വിഷമത്തിൽ കുത്തിരിക്കുക. ഇപ്പം കിട്ടിയതിപ്പോൾ ഉമർ ഫൈസിനെ വെച്ചിട്ട് പോക്കുക. ഉമർ ഫൈസി പറഞ്ഞിരിക്കുന്നത് ദീനാണ്. ഇനി ഉമർ ഫൈസി പറയുന്ന പ്രസംഗം ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ. ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമായ സമസ്തക്കാർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയില്ല ആരാളുള്ളത്. അമീദ് ഫൈസിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനമല്ല. അമീദ് ഫൈസിന്റെ അടുത്തുണ്ട്, അദ്ദേഹം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്. എന്റെ നാട്ടിൽ ചന്ദ്രിക വരുത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വന്നോ ചോദിച്ചു നോക്കി. ലീഗുകാർ വരെ വാങ്ങില്ല, അവർക്ക് മാധ്യമമാണ് വാങ്ങുക. ലീഗുകാർ മാധ്യമമാണ് വാങ്ങുക. ഞാൻ സുപ്രഭാതം വാങ്ങും, ചന്ദ്രിയും വാങ്ങും. ഇതാണ്. പിന്നെ പാണക്കാട് തങ്ങന്മാരെ ഇകഴ്ത്തി ലീഗിനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, എവിടെയും തെളിയിക്കാൻ കഴിയില്ല. പാണക്കാട് തങ്ങന്മാരെ ഏറ്റവും ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് നമ്മളാണ്, സമസ്തയാണ്. ആ കൂട്ടത്തിൽ ഒട്ടും മോശമല്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ചന്ദ്രയുടെ പേജ് എനിക്ക് തരുമായിരുന്നു ഒരു കാലത്ത്. ഞാനായിരുന്നു അതിൽ എഴുതിയിരുന്നത്.
അത് സുന്നത്ത് ജമാഅത്തിനെയും അതുപോലെ മുസ്ലിം ലീഗിനെയും മികഴ്ത്തിക്കൊണ്ട് ഒരു കൂട്ടർ രംഗത്തിറങ്ങിയപ്പോഴാണ് ചോദിച്ചാൽ 89 കാലഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇതാണ് ഉമർ ഫൈസി. ഉമർ ഫൈസിയുടെ നാട്ടിൽ ചന്ദ്രിക വരുത്തുന്ന ഒരൊറ്റ ഒരാളുള്ളൂ. ലീഗുകാർ വരെ മാധ്യമമാണ് വരുത്തുന്നത്. അത് ചന്ദ്രിക വരുത്തുന്നത് ഉമർ ഫൈസിൻ്റെ പെരയിലാണ്. അത് എഴുതിയിട്ട് നാളെ ഇനി ഒരാൾ എണീറ്റെന്ന് കണ്ട് ഞാൻ ലീഗുകാരനാണ്, എൻ്റെ പെരയിൽ ചന്ദ്രികയാണ് വരുത്തുന്നത്, ഉമർ ഫൈസി പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. അത് ഉമർ ഫൈസി പറഞ്ഞ ആ ഒരു വിഷയം അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എല്ലാവരും ലീഗുകാർ ഒന്നിച്ച് എന്നെ എതിർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ നാട്ടിൽ ചന്ദ്രിക വരുത്തുന്നത് ഞാനാട്ടോ, അവിടെ ലീഗുകാരും കൂടി വരുത്തുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥമല്ല, വേറെ ആരും വരുത്തുന്നില്ല എന്നുള്ളതൊന്നും അതിന് അർത്ഥമല്ല. അതാ പറഞ്ഞതിൻ്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. പിന്നെ മാത്രമല്ല 89 കാലങ്ങളിൽ ശക്തമായിട്ട് കാന്തപുരം വിഭാഗത്തിന് എതിര് പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളിൽപ്പെട്ട ഒരാളാണ് ആര്? ഉമർ ഫൈസി. ഉമർ ഫൈസി അതിൽപ്പെട്ട ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉമർ ഫൈസിക്ക് ബോധ്യപ്പെട്ടു സുന്നത്ത് ജമാഅത്ത് എവിടെയാണുള്ളത്. സുന്നത്ത് ജമാഅത്ത് എവിടെയാണുള്ളത്? ഈ 35 വർഷക്കാലത്തോളം പ്രവർത്തിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ശക്തമായ വിവരങ്ങൾ നമ്മളെ മുസ്തഫൽ ഫൈസി ഇവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയും. ഇവർക്കൊക്കെ അറിയും, എല്ലാം അറിയും. പക്ഷേ മിണ്ടാതിരിക്കുകയാണ്. ഈ പ്രായം ചെന്ന പണ്ഡിതന്മാർക്കൊക്കെ അറിയും. നോക്കിങ്ങൾ, അന്ന് വെള്ളം കുടിപ്പിച്ചവരെ, അന്ന് പ്രയാസപ്പെടുത്തിയവർ ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് വല്ലാതെ പ്രയാസപ്പെടുത്തി. അന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോന്നപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുത്തി. ആ പ്രയാസപ്പെടുത്തിയവർ ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് പ്രധാന വ്യക്തി ആരാണ്? നമ്മളൊരു മായിരാജ് തന്നെയാണ്. ഈ മായിരാജ് തന്നെയാണ് അന്നും പ്രധാന വ്യക്തി. എല്ലാ തിരുപ്പിൻ്റെയും പ്രധാന വ്യക്തി മായിരാജ് തന്നെയാണ്. ആ മായിരാജ് പറയണമെന്ന് കേട്ടു നോക്കി നമുക്ക്. മായിരാജ് മറ്റേ സമ്മേളനം ഇവിടെ നടത്തിയ കോഴിക്കോട് ഇവിടെ നടത്തിയ സമ്മേളനത്തിൽ മായിരാജ് പറയുന്നുണ്ട് പത്രക്കാരോട് മാറിക്കാൻ. അതൊന്ന് കേട്ടോക്കാണ്. ഇനി ഞങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളെ കാണുകയോ അറിയിക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായി നിങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ തൽക്കാലം ഒഴിവാക്കി തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. വൈറ്റ് തരാം, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈറ്റ് തരും, പത്രസമ്മേളനം നടത്തും, പത്രക്കുറിപ്പ് തരും, ഒക്കെ തരും. കേട്ടില്ല നിങ്ങൾ? നമ്മളെ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെയും കൂരിയാട് നദിവിയുടെയും ഒക്കെ പ്രസിഡൻ്റാണ് ആര്? നമ്മളെ മായിനാജി ആണ് ഓരോ സംസ്ഥാനത്തെ പ്രസിഡന്റ്. ഈ പ്രസിഡന്റ് പറഞ്ഞു കേട്ട് ഞങ്ങൾ, അധ്യക്ഷൻ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഉദ്ഘാടന പ്രസംഗങ്ങൾക്ക് പിടിക്കാനുള്ളത് തന്നു. ഇനി നിങ്ങളൊന്ന് മാറി നിൽക്കണം. ഇനി ഞങ്ങൾക്ക് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലും തന്നെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് പരസ്യപ്പെടുത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് തരും. അതുതന്നെ ശരി, അതൊരു ഭാഗം ശരിയാണ്. കാരണം പിന്നെ എല്ലാം കണ്ട് പറയാൻ പറ്റുമോ? കൂടിയ മുതൽ തെറ്റ് വരെ പറയാൻ പറ്റുമോ? എന്നാൽ പിന്നെ അത് ഈ ചാനലിലാണ് പറഞ്ഞാൽ പോരെ ഇതിനാദിക്കന്നെ. അപ്പോൾ ഈ കൂരിയാട് നദിവി കാട്ടിയത് സമസ്തയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സമസ്തയെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കൂരിയാട് നദിവിയുടെ പ്രസംഗം, കൂരിയാട് നബിയുടെ ഈ ഫോൺ റെക്കോർഡിങ്ങിൽ കേൾക്കാനിടയായത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കൂരിയാട് നദിവി കാട്ടിയത് എന്ന് സാന്ദർഭികമായി കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ഇനി ഇതിപ്പോൾ ഇങ്ങനൊക്കെ വന്ന് ഇപ്പോഴാണെങ്കിലോ സുബ്ഹാനല്ലാഹ് 100-ാം വാർഷികം നടക്കാൻ സമസ്തൻ്റെ ഈ 100-ാം വാർഷികം പിന്നെ അടുത്ത് നടക്കുമ്പോൾ
ജിഫിരി തങ്ങളാണ് ചിലപ്പോൾ ഇന്നലെ സമസ്തൻ്റെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി, സമസ്തൻ്റെ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇവിടെയാണെങ്കിൽ ഇനിയിപ്പോൾ നടക്കാൻ പോണതോ, ഇനി നടക്കാൻ പോണ സമസ്തയുടെ 100-ാം വാർഷികം നടക്കുകയാണ്. ഇതിൻ്റെ പ്രചരണ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇക്കുവത്തിലൊക്കെ നടക്കുന്നത്. എന്നിട്ട് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അപ്പുറത്തൊരു പത്രസമ്മേളനം, ഒരു പത്രക്കാരെ കണ്ടുകാണ്ട് ഒരു വർത്താനന്ത്, അതല്ലെങ്കിലും ശരിയായില്ല, ഇറങ്ങിപ്പോയത് ശരിയായില്ല. ഇവർ നടത്തിയതൊക്കെ ശരി. ഇവരപ്പുറത്ത് പോയിട്ട് സമസ്തൻ്റെ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ പേര് പോലും പറയാൻ പാടില്ല. ആ സമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വേദിയിൽ ജിഫിരി തങ്ങളെ പേരവിടെ പറയരുത്, അയാളെ സയ്യിദുൽ ഉലമ എന്ന് അവിടെ പറയരുത്, പറയാൻ പാടില്ല എന്നുള്ള ഉപാധി വെച്ചുകൊണ്ടാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ആ പ്രസംഗത്തിന് അവിടെ പ്രസംഗിക്കാൻ ചെല്ലുന്നത്. ആ അബ്ദുസമദ് പൂക്കോട്ടൂരാണ് ഇപ്പോൾ ജിഫിരി തങ്ങൾ പിന്നെ പറഞ്ഞത് ഉമർ ഫൈസി കേട്ടില്ല അറിഞ്ഞാണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കുത്തിത്തിരിപ്പ് എങ്ങനെങ്കിലും തിരിച്ച് എങ്ങനെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതൊരു വിഷയമാക്കി മാറ്റണം. എന്തിനാ പൊന്നാര മൂല്യന്മാരെ അതിനൊക്കെ ഒരുങ്ങുന്നത്? എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? നമ്മളല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പിരിഞ്ഞതിൽ തന്നെ ജനങ്ങളുടെ വിഷമവും ദുഃഖവും മാറിയിട്ടില്ല. ഇനിയും വെറുതെ തിരിപ്പുണ്ടാക്കിയാണ്ട് ജനങ്ങളെ പച്ചയിറച്ചി കൊത്തി വലിക്കാൻ വേണ്ടി കൊണ്ടുള്ളൊരു പണിക്ക് നിൽക്കണോ? ഇപ്പം സത്യത്തിൽ ഇനി 100-ാം വാർഷികം ഇപ്പം ആരാ നടത്തുക? 100-ാം വാർഷികം ഇപ്പം ആര് നടത്തും? മായിനാജിയും നമ്മളെ പുത്തനഴിയും